പ്രിയമുള്ളവരെ, പാലാ രൂപതയുടെ അരമനയ്ക്ക് കീഴിലുള്ള കാശ് നൽകി വാങ്ങിയ ഭൂമിയിൽ നിന്ന് എന്തൊക്കെയോ ദൈവങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടി എന്നുള്ള ഒരു വിവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയുണ്ടായി. പെട്ടെന്ന് പടർന്ന് പന്തലിക്കുന്നതിന് മുമ്പ് തന്നെ പലരും ഇടപെട്ടുകൊണ്ട് ആ വിഷയം ഒതുക്കിയത് നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദം നിലനിർത്താൻ സഹായകമായൊരു നീക്കമായി എന്ന് പറയാം. തോന്നിയവർക്ക് അവരെ ദൈവത്തെ തേടി അലയുന്നതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും കപ്പകൃഷിക്ക് വേണ്ടി ഉഴുതുമറിക്കുമ്പോഴോ വീട് കെട്ടാൻ വേണ്ടി തറയൊരുക്കുമ്പോഴോ അല്ലെങ്കിൽ പാടത്ത് പൂട്ടുമ്പോഴോ ഒക്കെ ഇവിടെ ദൈവങ്ങൾ തട്ടി നടക്കുകയാണ് എന്നുള്ളൊരവസ്ഥ പോലെയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം. ദൈവത്തിനക്ക് പല പ്രതിമകളും പ്രതിഷ്ഠകളുമൊക്കെ ഉണ്ടായതാണ് ഇങ്ങനെയൊക്കെ കാണാനുള്ള കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അന്യമതസ്ഥരുടെ ആരാധനാ മൂർത്തികളെ ഒന്നും അവഹേളിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം മതം കർക്കശമായി നിർദ്ദേശിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പലതും പറയാനുണ്ടായിരുന്നുവെങ്കിലും ആ നിർദ്ദേശം മാനിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സൗഹാർദ്ദ അന്തരീക്ഷം മാനിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആരും സംസാരിക്കുന്നത് ഉചിതമല്ല, സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ ഇങ്ങനെ ദൈവങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കുടിയേറിയിട്ടുണ്ട്. ആര് കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയിലും ദൈവത്തിന് സ്വയംഭൂവാവാം എന്ന രീതിയിലുള്ള ഒരു ധാരണയുമായി നടക്കുന്ന ഒരു മതവിഭാഗത്തിലെ ചില ആളുകൾ, ആ മതവിശ്വാസത്തിൽ ഉള്ള എല്ലാവർക്കും അങ്ങനെയുള്ള ധാരണയോ വിശ്വാസമോ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. പക്ഷേ രാജ്യത്തെ എങ്ങനെയെങ്കിലുമൊക്കെ കലുഷിതമാക്കണമെന്ന താല്പര്യത്തോടെ മുന്നോട്ട് നീങ്ങുന്ന പലരുടെയും ശൈലി അത്തരത്തിലുള്ളതാണ്. ഈ പാലാ ബിഷപ്പിൻ്റെ അരമനയ്ക്ക് കീഴിലുള്ള കാശ് കൊടുത്ത സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു ശിവലിംഗവും അതുപോലെ തറയും ഒക്കെ കണ്ട ഉടനെ തന്നെ അതിന് ആദ്യമായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പരിഹാരം നിർദ്ദേശിക്കേണ്ടത് ഏതെങ്കിലും പള്ളി കമ്മിറ്റിയോ ക്ഷേത്ര കമ്മിറ്റിയോ ചർച്ച് കമ്മിറ്റിയോ അല്ല. നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായാൽ ഗവൺമെൻറ്റിൻ്റെ അധികൃതരാണ് അതിനെക്കുറിച്ച് തീരുമാനം പറയേണ്ടതും അറിയിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ചർച്ച അങ്ങനെയൊന്നല്ല ഉണ്ടായത്. രാജ്യത്തെ കലുഷിതമാക്കുന്ന പല അപകട ചിന്തകളും നാട്ടിൽ വിതറിയ ഒരു ബിഷപ്പാണ് പാലായിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയതാണ്. ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കുകയും അങ്ങനെ കേരള സർക്കാർ വരെയും ആ ബിഷപ്പിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയും ചെയ്തുകൊണ്ട് മറ്റൊരു വിശ്വാസി സമൂഹത്തെ ആകെ അവഹേളിച്ച ഒരു കാഴ്ച ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആ ബിഷപ്പിൻ്റെ കീഴിലാണ് സംഭവിക്കുന്നത് എന്നത് ഒരു വിധി വൈപരീത്യമായി നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അത് സംബന്ധമായി മീഡിയയുടെ റിപ്പോർട്ടിന്റെ തുടക്കഭാഗം ഇങ്ങനെ ഗ്രഹിക്കാം. പാലാ ബിഷപ്പ് ഹൗസിന് കീഴിലുള്ള സ്ഥലത്ത് ക്ഷേത്രാവശിഷ്ടങ്ങളും ശിവലിംഗവും കണ്ടെത്തിയെന്ന അവകാശവാദവുമായി വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി രംഗത്തെത്തി. പാലാ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം പാലാ അരമന വകയുടെ സ്ഥലത്താണ് ഈ വിഗ്രഹങ്ങൾ കണ്ടെത്തിയത്. പാലാ അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കൃഷിക്കായി വലിയ മൺകൂനകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം മാന്തിയപ്പോഴാണ് 2 വിഗ്രഹങ്ങളും സോപാനക്കല്ലും കണ്ടത്. പിന്നാലെ ഇത് ശിവലിംഗമാണെന്ന് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ അവകാശപ്പെട്ടു. കണ്ടെത്തിയ വിഗ്രഹങ്ങൾ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്നും വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി അഭിപ്രായപ്പെട്ടു. ആ സ്ഥലത്തിന്റെ ഹിസ്റ്ററിയും അവിടെ നടന്നിരുന്ന മുമ്പത്തെ ക്ഷേത്ര പൂജയും ആ ക്ഷേത്രത്തിന്റെ നാമവും ആര് കീഴിലാണ് എന്നതൊക്കെയുള്ള ചരിത്രം ഒറ്റയടിക്ക് നെറ്റിലടിച്ചതുപോലെ ഇങ്ങനെ ഓടി വന്നിരിക്കുകയാണ് അവർക്ക്. വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തണ്ടളത്ത് തേവർ എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായും സമീപത്തുള്ള എല്ലാവർക്കും ഇക്കാര്യങ്ങൾ അറിയാമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അവകാശപ്പെട്ടു. കൂത്താപ്പാടി ഇല്ലം വകയായിരുന്നു ക്ഷേത്രം. ഇല്ലം ക്ഷയിച്ചതോടെ അന്യാധീനപ്പെടുകയായിരുന്നുവത്രേ. സമീപത്തുള്ള എല്ലാവർക്കും നേരത്തെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി അറിയാമെന്നും നാമാവശേഷമായ രീതിയിലായിരുന്നു ക്ഷേത്രമുണ്ടായിരുന്നത് എന്നും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. കാലക്രമേണ ഈ ഭൂമി ചില കുടുംബങ്ങൾ
പാട്ടത്തിനെടുത്തെന്നും പാട്ടത്തിനെടുത്തവർ പിന്നീട് കയ്യേറ്റം നടത്തുകയായിരുന്നുവെന്നും ഈ രീതിയിൽ കയ്യേറിയവരാണ് പാലാ ബിഷപ്പ് ഹൗസിന് ഈ ഭൂമി വിൽപ്പന നടത്തിയതെന്നുമാണ് ഇവരുടെ ആരോപണം. എത്ര പെട്ടെന്നാണ് ഒരു ക്ഷേത്രത്തിനെ കുറിച്ചും അതിൻ്റെ ആരാധനയെക്കുറിച്ചും അതിൻ്റെ നാട്ടുകാരെ കുറിച്ചും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവരെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ ഒരു ചരിത്ര രൂപത്തിൽ രചിക്കാൻ ഇവർക്ക് കഴിഞ്ഞത്. ഇതാണ് ഫാസിസത്തിൻ്റെ ഒരു രീതി. വർഗീയവാദികളുടെ ഒരു പ്രത്യേകമായ മനോഭാവത്തിൽ നിന്നും ഉൾക്കൊണ്ടതായ ചരിത്ര ഗവേഷണ വിവരണ അവതരണമാണിത്. ഉടനെ തന്നെ വന്നത് അടുത്തുള്ള വെള്ളേപ്പാട് ഭഗവതി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഓടി വന്നുകൊണ്ട് കുറേ കഥകൾ അവിടെ മെനയുകയാണ്. അതിൻ്റെ വലിയ വികാരിയായി എന്ന് പറയുന്ന ആൾ വന്നുകൊണ്ട് വിശദീകരിക്കുന്നത്. കാരണവന്മാരും മുൻഗാമികളുമൊക്കെ പല കഥകളും ഈ ഭൂമിയെക്കുറിച്ചും ഇവിടുത്തെ ക്ഷേത്രത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ബലിക്കല്ലും പീഠവും കിണറും മറ്റുമുണ്ടായിരുന്നതായി കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതായി സമീപവാസികൾ പറയുന്നു. തേവർപുരയിടം എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നതെന്നും അവർ പറയുന്നു. അതേസമയം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലവിൽ തർക്കങ്ങളൊന്നുമില്ലെന്ന് പോലീസും റവന്യൂ അധികൃതരും പറഞ്ഞു. ഹൈന്ദവ ആചാരപ്രകാരം വിഗ്രഹം മാറ്റി സ്ഥാപിക്കുന്നതിന് സഹായം ചെയ്യുമെന്ന് പാലാ അരമന വ്യക്തമാക്കി. വിഷയം ഒരു അനിശ്ചിതത്വത്തിലേക്കും ഒരു വർഗീയ ചേരിതിരിവിലേക്കും പോകാതെ ഈ ബിഷപ്പ് ഹൗസിൻ്റെ തീരുമാനം സംരക്ഷിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അത് വളരെ സ്വാഗതാർഹമായ ഒരു നീക്കമാണ്. സംഭവസ്ഥലം വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ ഭാരവാഹി മോഹനൻ പനയ്ക്കൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചു. ഇവിടെ പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു 100-200 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. തണ്ടളത്ത് മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. ഒരു 100 വർഷം മുമ്പ് വരെ ഇവിടെ ഒരു തറയുണ്ടായിരുന്നു. അവിടെ ഒരു മഹാദേവന് ആരാധനയൊക്കെ നടത്തിയിരുന്നു ആളുകൾ. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം തന്നെ ഇവിടെ നാമാവശേഷം അതിൻ്റെ തറയില്ല, വിഗ്രഹങ്ങളില്ല, അങ്ങനെ ഇതിന് അവസ്ഥയിലായിരുന്നു. ഇന്നലെ ഇവിടെ JCBക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉടലെടുത്തപ്പോഴാണ് ഈ വിഗ്രഹം നമുക്ക് കിട്ടിയത്. ഇവിടെയുള്ള എല്ലാവർക്കും, ഈ സമീപ പ്രദേശത്തുള്ള എല്ലാവർക്കും ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് അറിയാം. ഇതിന് ചുറ്റും ഇത് കൂത്താപ്പാടി ഇല്ലം വക ക്ഷേത്രമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ നല്ല രീതിയിൽ വളരെ ഒരു മഹാക്ഷേത്രമായി ഉണ്ടായിരുന്നൊരു ക്ഷേത്രം എല്ലാവരുടെയും അവഗണന കൊണ്ട്, എന്നുവെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇല്ലക്കാരുടെയൊക്കെ അവഗണന കൊണ്ട് ഈ ക്ഷേത്രം നശിച്ചുപോയി. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഓരോ കുടുംബങ്ങൾ പാട്ടത്തിനെടുത്തിരിക്കുമായിരുന്നു. ഈ ഇല്ലക്കാരും പോയി ക്ഷേത്രവും നശിച്ചപ്പോൾ ഈ മറ്റ് പാട്ടത്തിനെടുത്ത കുടുംബങ്ങൾ ഈ ക്ഷേത്രഭൂമി കയ്യേറി. അവരിവിടെ മറ്റ് കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു. അവരാണ് ഈ ക്ഷേത്രം നശിപ്പിച്ചതും. പിന്നെ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ, ഇപ്പോൾ അവിടെ കാണുന്ന ശിവലിംഗം, അത് ശിവലിംഗമാണ്. അത് 2 കേടുപാട് പറ്റിയിട്ടുണ്ട്, അത് 2ആയിട്ട് പൊട്ടിയിട്ടുണ്ട്. അത് കല്ല് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അടിച്ചു പൊട്ടിച്ചിരിക്കുന്നതാണ്. ഇനി ഈ അടിച്ചു പൊട്ടിച്ച ക്ഷേത്ര അവശിഷ്ടത്തിന് ശിവലിംഗത്തിന് വല്ല നഷ്ടപരിഹാരം അവർ ആവശ്യപ്പെടുമെന്ന് അറിയില്ല. ഏതായാലും കഥയും ചരിത്രവുമൊക്കെ നിർമ്മിക്കുന്നത് ഈ രീതിയിലാണ്. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും അത് തകർക്കപ്പെട്ടതാണ് എന്നും അത് അടുത്ത് തന്നെ പൊന്തി വരാനിരിക്കുന്നു എന്നുമൊക്കെ ബന്ധപ്പെട്ട ആൾ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം വന്നുകൊണ്ട് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ക്ഷേത്രം നശിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു നിയോഗം പോലെ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വെള്ളാപ്പാട് ക്ഷേത്രത്തിൽ ഒരു താമ്പൂല പ്രശ്നത്തിൽ അവിടെ ഒരു പ്രസിദ്ധനായ ജ്യോതിഷൻ വടകര ശ്രീനാഥ് പണിക്കർ, ചോറോട് ശ്രീനാഥ് പണിക്കർ, അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയും ഇത് വലിയ താമസമില്ലാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വിഗ്രഹങ്ങൾ എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ദേവപ്രശ്നത്തിൽ ഇങ്ങനെ ഒരുപാട് മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും അതിപ്പോഴാണ് ഔട്ട് ചെയ്തത് എന്നത് ദുഃഖകരമായി തോന്നുകയാണ്. സംഭവം ഏതായാലും ഇപ്പോഴാണ് പൊട്ടിക്കാൻ പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി കാണും. JCB ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോഴേക്കും അവരുടേതായ ആ ആരാധനാ ഭ്രമം ഉണരുകയും അവർ നേരെ മുന്നും പിന്നും നോക്കാതെ ആരാധനയ്ക്ക് വരികയും ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്.
ഇവിടെ ചെയ്യേണ്ട കാര്യം അതായിരുന്നോ ആദ്യം എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഒരാൾ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ ഒരു ക്ഷേത്രം ഉണ്ട് എന്ന് തന്നെ സങ്കല്പിക്കുക. എന്നാൽ അവിടെ ആരാധന നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷം സംരക്ഷിക്കുവാനും നാട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന രീതിയിൽ മതവർഗീയതയും മതവിഭാഗീയതയും ഇല്ലാതിരിക്കാനും വേണ്ടി ആദ്യം തന്നെ കടന്നു കയറിയിട്ട് നേരെ മെഹ്റാബിക്ക് കയറിയിരിക്കലോ അല്ലെങ്കിൽ ക്ഷേത്രപൂജ നടത്തലോ അല്ല ചെയ്യേണ്ടത്. ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ആളുകൾ അത് അവരുടേതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നെ നിയമപരമായ അതിൻ്റെ വഴി നമ്മുടെ നാട്ടിൽ നേരിട്ട് ചെന്ന് കയ്യൂക്ക് പ്രയോഗിച്ച് അവിടെ ആരാധന നടത്തുക, തിരികൊളുത്തുക, പ്രാർത്ഥിക്കുക എന്നതല്ല. അതൊരു പള്ളിയാണെന്ന് തെളിഞ്ഞ സ്ഥലം പോലും നമ്മൾ ഏകാധിപത്യപരമായിട്ട് കയറാൻ പാടില്ല. എല്ലാ മതക്കാർക്കും ബാധകമായ നിയമമാണ്. പക്ഷേ ഇത് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ആളുകൾ തന്നെ, അവിടുത്തെ വികാരി തന്നെ വന്നുകൊണ്ട് കുറേ കഥകൾ നമ്മോട് പറയുകയാണ്. എന്തായാലും ആ വിഷയം പരിഹരിച്ച് നമുക്കൊരു സമാധാനം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ആ ഒരു ഇതിൽ ഞങ്ങളിങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് ഇരുന്നത്. അപ്പം ഇന്നലെ ഇവിടെ കപ്പയ്ക്ക് JCB കൊണ്ട് പണിതപ്പോഴാണ് ഇവിടെ സമീപവാസികൾ വിളിച്ചു പറഞ്ഞു. സമീപവാസികളുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് വിളിച്ചു പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ വിഗ്രഹം കണ്ടു, നിങ്ങൾ വരണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങളിവിടെ എത്തി ഒരു വിളക്കൊക്കെ വെച്ചു. ഇന്ന് രാവിലെ ആളുകൾ കൂടുതൽ ഇത് അറിഞ്ഞു കേട്ട് ഒരുപാട് ആൾക്കാർ ഭക്തജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻകാല വേദക്കാരൊക്കെ പ്രവാചകന്മാരെ കാത്തിരുന്നത് പോലെ ഇവിടെ ക്ഷേത്രം പൊന്താൻ പോകുന്നു എന്നത് അറിവ് കിട്ടി അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇവർ. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇത് പൊങ്ങിയത് എന്നൊക്കെയാണ് ഇദ്ദേഹം ഇവിടെ വിശദീകരിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, പലരും അവരുടേതായ ദൈവങ്ങളെയും ദൈവത്തിൻ്റെ അവശിഷ്ടങ്ങളെയും സ്വയംഭൂവാവുന്നതിനെയും ഒക്കെ തിരഞ്ഞു നടക്കുമ്പോൾ മുസ്ലിങ്ങളായ നമ്മൾ, മതേതര വിശ്വാസികളായ എല്ലാവരും അവരുടെ വീടുകളിൽ മുമ്പ് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ ഒന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ മുറ്റത്ത് കിടന്ന് അല്ലെങ്കിൽ പറമ്പിൽ കിടന്ന് ആരും നോക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എടുക്കാത്തത് കൊണ്ടോ മണ്ണ് മൂടി പോയിട്ടുണ്ടാകും. ഉദാഹരണമായി നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് അമ്മിത്തറ ഇപ്പോഴും ഉണ്ടാക്കാറുണ്ടെങ്കിലും പുതിയ വീടുണ്ടാക്കുമ്പോഴും അമ്മിത്തറയും കോഴിക്കോട് നിർബന്ധമാണ്. പക്ഷെ അതിൽ കോഴി ഉണ്ടാവില്ല, മേലെ അമ്മി ഉണ്ടാകില്ല. എന്നാൽ അമ്മി വാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് അത് തടസ്സമാണ്. കാരണം അവർക്ക് ഗ്രൈൻഡറിലും മറ്റൊക്കെ അരക്കണം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് കണ്ട് അരക്കണം. അപ്പോൾ അമ്മി എന്നുള്ളതൊരു പേരാണ്. അപ്പോൾ മുമ്പ് കാലത്ത് വാങ്ങിയ അമ്മി തന്നെ ഉപയോഗശൂന്യമാണ്. അതുപോലെ തന്നെ അമ്മിക്കുട്ടി കണ്ടാൽ ഏകദേശം ഒരു ലിംഗത്തിൻ്റെ ഒക്കെ വലിപ്പം പോലെ രൂപം പോലെയാണല്ലോ ഉള്ളത്. അതുപോലത്തെ പല സാധനങ്ങളും, അതുപോലെ ഉരൽ, ഇടിക്കുന്ന സാധനം, അതും ചിലപ്പോൾ ചില ക്ഷേത്രത്തിൻ്റെ രൂപമാണ് പറയും. ഗ്യാനുവാപ്പി മസ്ജിദിൻ്റെ ഹൗലിൽ സ്ഥാപിച്ച മൗണ്ടൻ, ആ മൗണ്ടൻ ശിവലിംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഒരു അവകാശവാദം അതിനെക്കുറിച്ച് ഉന്നയിച്ചത്. ഇങ്ങനെ പല അവകാശവാദവും ഉന്നയിക്കാൻ സാധ്യതയുള്ള ഈ കാലത്ത് എല്ലാവരും ജാഗ്രതയോടുകൂടെ അവരുടെ പഴയ സാധനങ്ങൾ ഇടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് അത് ബോളറോ സോളറോ ആക്കി മാറ്റി ആ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചിലരുടെ വികാരത്തിന് അടിമപ്പെടുത്തി എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ഒരു അമ്മിക്കുട്ടി കണ്ടാൽ അത് ദൈവമായിരുന്നു, 100 കൊല്ലം മുമ്പ് അങ്ങനെ ആയിരുന്നു, പിന്നീട് കയ്യേറ്റം വഴി നമ്മളത് നഷ്ടപ്പെട്ടു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അവകാശവാദത്തിന് വന്ന് നമുക്ക് ആ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമി നഷ്ടപ്പെട്ടേക്കും. അത് സ്വന്തം ഭൂമിയാണെങ്കിൽ അവിടെയൊക്കെ ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് പരിഹരിക്കാം. പക്ഷെ ബാബരി മസ്ജിദിൻ്റെ ഭൂമി പോലെയുള്ള മുസ്ലിം സമുദായത്തിന് ഒരിക്കലും വിട്ടുകൊടുക്കാൻ മതം അനുവദിക്കാത്ത വഖഫ് ഭൂമി, ആ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാലാണ് നമ്മൾ കുടുങ്ങിയത്. വ്യക്തികളെ ഭൂമിയാണെങ്കിൽ അദ്ദേഹത്തിന് പൊന്നും വിലക്ക് ആ ഭൂമി വിറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് കാശ് കൊടുക്കുകയോ ചെയ്താൽ മതി. എന്നാൽ ഇവിടെ ഇപ്പോൾ പാലാ ബിഷപ്പിൻ്റെ ആ അരമനക്ക് കീഴിൽ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ സ്വയംഭൂവായി ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അവർക്ക് വഖഫിൻ്റെയും മറ്റുമൊന്നൊക്കെ പ്രത്യേക നിയമം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ ചർച്ച നടത്താലും അവർക്ക് ക്ഷേത്രത്തിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ ആ ഭൂമി വാങ്ങാമോ എന്നാണ് അവർക്ക് കാശ് കൊടുത്തിട്ട്. ബിഷപ്പ് ഹൗസ് പൈസ കൊടുത്ത് വാങ്ങിയതാണെന്ന് പറയുന്നു എന്നതുപോലെ ഇവർക്ക് വേണമെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം. പക്ഷെ മുസ്ലിങ്ങളുടെ പള്ളി വഖഫായ സ്ഥലം അതുപോലെയല്ല, അത് അള്ളാഹുവിലേക്ക് നീങ്ങിയതാണ്. അതിന് പിന്നെ കാശ് കൊടുത്തിട്ടോ പകരം 5 ഏക്കർ കൊടുത്തിട്ടോ ഒന്നും പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ വീടുകളിൽ പരിഷ്കൃത സാഹചര്യത്തിലേക്ക് എല്ലാവരും നീങ്ങിയപ്പോൾ അമ്മി ഉപയോഗവും അതുപോലെ തന്നെ
ഇടിക്കുന്നതായ ഉരല് പ്രയോഗവുമൊക്കെ നമ്മൾ മാറ്റിവെച്ചു. അതൊക്കെ ഇനി മണ്ണിൽ കിടന്ന് ഈ തലമുറയ്ക്ക് ശേഷം പിന്നെ ആരെങ്കിലും അവിടെ ഉഴുതുമറിക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടാൽ ഇതും അവിടെ അവശിഷ്ടമാണ്, അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾക്ക് പ്രതിഷ്ഠ വേണം, നമുക്ക് അവിടെ ആഘോഷങ്ങളും അതുപോലെ തന്നെ പൂജയും വേണം എന്നൊക്കെ പറഞ്ഞു വന്നാൽ എല്ലാം അനുവദിക്കുന്ന ഒരു നിയമസംഹിത കീഴിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. 47-ന്റെ മുമ്പ് എന്തൊക്കെ നടന്നാലും 47 എന്താണോ അതുപോലെ പരിഗണിക്കണമെന്നാണ് നമ്മുടെ ഭരണഘടന നമ്മോട് പറയുന്നത്. പക്ഷെ അതൊക്കെ അനുവദിക്കാനോ അതിന് വകവെച്ച് തരാനോ എല്ലാവരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെ എന്ത് പരാതി ഉയർന്നാലും ഒരു പെറ്റീഷൻ കൊടുത്താൽ അത് ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോടതിയും ഗവൺമെൻറ്റൊക്കെ ഉള്ളത്. ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നീങ്ങണം. ഇവിടെ നമ്മൾ ബാബരി മസ്ജിദിൻ്റെ അതേ ഒരു കഥ ഇതുപോലെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം പാലാ ബിഷപ്പിൻ്റെ കമ്പൗണ്ടിൻ്റെ ഉള്ളിലല്ല ഇതെന്നതുകൊണ്ടാണ്. പാലാ ബിഷപ്പിൻ്റെ ചർച്ചും മറ്റുമൊക്കെ നിൽക്കുന്ന കമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ ഒരു പഴയ എന്തോ ഒരു സാധനം കിട്ടിയതെങ്കിൽ അവിടുത്തെ അവകാശവാദത്തിൻ്റെ സ്വഭാവം മാറും. അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു, ഉള്ളിൽ തന്നെ ക്ഷേത്രം ഉണ്ടാക്കണം, ചർച്ച് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞു വരാം. ഇത് എല്ലാ ഹിന്ദുക്കളും പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഈ വർഗീയ വിഷം ബാധിച്ച ഒരു സൈസ് ആളുകൾ, അങ്ങനത്തെ ആളുകൾ മുമ്പും വാദിച്ചിട്ടുണ്ട്, ഇപ്പോഴും വാദിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ പഴയ സാധനങ്ങൾ അലക്ഷ്യമായി ഇടരുത്. അമ്മിക്കുട്ടി ആവശ്യമില്ലാത്തവർ അടിച്ചു പൊട്ടിക്കുക, അതുപോലെ അമ്മി ദൈവത്തിനും പ്രതിഷ്ഠയ്ക്കൊക്കെ സമാനമായ രീതിയിലുള്ള അതൊക്കെ എന്ത് ചെയ്യണം, ബോളറും സോളറുമൊക്കെ ആക്കി മാറ്റിയിട്ട് വേണമെങ്കിൽ വാർപ്പിൻ്റെ പണിക്കോ മറ്റോ ഒക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കോൺക്രീറ്റിന് ഉപയോഗിക്കുക. ആ രീതിയിൽ നമ്മൾ ലാഭം നേടണം, അല്ലെങ്കിൽ ആകെ നമ്മുടെ ഭൂമി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് ഇതിൻ്റെ ഒക്കെ ഒപ്പം പോകുന്ന എല്ലാവരെ കുറിച്ചും പറയുന്നില്ല. ഈ വിശ്വാസമുള്ള സൗഹാർദ്ദം തകർക്കാൻ നടക്കുന്ന ആളുകൾക്ക് മുമ്പിൽ നമ്മൾ ആകെ പാപ്പരായി പോകും ഇങ്ങനെയുള്ള അവകാശവാദം വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ സൂക്ഷിക്കുകയാണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കാൻ നമ്മുടെ തലമുറയെ നമ്മൾ ഉപദേശിക്കണം. ചിലപ്പോൾ ഈ തലമുറക്കല്ലായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ വരൽ, അടുത്ത തലമുറക്കൊക്കെ ആയിരിക്കും. അന്നാണ് ഇക്കാര്യം ഉഴുതുമറിക്കൽ, അന്നാണ് കപ്പ കൃഷിക്കും മറ്റ് നെൽകൃഷിക്കൊക്കെ വേണ്ടി നമ്മൾ നിലം ഉഴുതുക. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടിയാൽ പിന്നെ അവിടെ അവകാശവാദം വന്നാൽ എവിടെ പോയിട്ടും രക്ഷ ഉണ്ടാവില്ല. നമ്മെ രക്ഷപ്പെടുത്താൻ നമുക്കും കഴിയില്ല, നമ്മുടെ നാട്ടിലെ നിയമത്തിനും കഴിയില്ല, നമ്മുടെ ഗവൺമെൻറ്റിനും കഴിയില്ല എന്ന കാര്യം ഉണർത്തുകയാണ്.